നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പാപ്പിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും അതിഗംഭീരമായിട്ടൊരു പിറന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ അതിന് കാരണക്കാരായ ഒന്ന് രണ്ട് പേരെടുത്ത് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം പേര് പറയുന്നില്ല. അപ്പോൾ പാപ്പിക്ക് ബർത്ത്ഡേക്ക് എന്തൊക്കെ ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. തന്നെ ഒരു അടിപൊളി ഉടുപ്പാണ് പാപ്പി ബർത്ത്ഡേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉടുപ്പ് അതെ, നല്ല ഭംഗിയുള്ളത് വെച്ചോക്കട്ടെ, വീഡിയോയിൽ കാണാം. പിന്നെ പാപ്പിക്ക് ചോക്ലേറ്റ് കിട്ടി. ആരാ പാപ്പി ചോക്ലേറ്റ് വന്നത്? അറിയില്ല. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ്. ഇത് രണ്ടും അവർ ഇതും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു തുറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് എത്ര നേരം. പക്ഷേ ഇവിടെ ഇതും ഈ മാലയും ഇതും കൂടെ ആയിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ്, നമുക്ക് തുറന്ന് നോക്കാം. എവിടെ മറ്റേ തുറക്കും. ബർത്ത്ഡേ വീഡിയോ എല്ലാവരും മറക്കാതെ കാണണം. അതിൽ അടിപൊളിയൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോസാണ്. എടി എൻ്റെ ഗിഫ്റ്റ് ഞാൻ തുറക്കടി. എൻ്റെ ഗിഫ്റ്റ് ഞാൻ തുറക്കാടി. ഇവരെന്ത് ഇത്ര പൊതിഞ്ഞോണ്ടാണ്. നിക്ക് ചേച്ചി പൊട്ടിച്ചേരാൻ ഒന്ന് തുറന്നു. ടെഡി ബിയർ ആണോ എന്ന് സംശയം. ബിയറാണ്. ഞാൻ തുറക്കാം. പാപ്പിക്കൊരു പാവക്കുട്ടിയാണ്. ചാടി വന്നത് അടിപൊളി. പാപ്പിന്റെ അത്ര തന്നെയുണ്ട് പാവക്കുട്ടിക്ക്. താങ്ക് യു ചേച്ചിമാരെ എന്ന് പറയും പാപ്പി. താങ്ക് യു ചേച്ചിമാരെ എന്ന് പറയും. പിന്നെ ഈ ഒരു കോഴിയാണ് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം. ഈ താറാവ് മുട്ടയിട്ട അത് നമ്മളെ ആൻറ്റീനെ വിളിച്ച് പറയണം എന്നാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. മുട്ടയിടുമ്പോൾ ആൻറ്റീനെ വിളിച്ച് പറയണേ പാപ്പിക്കുട്ടി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ആദ്യമാണാവോ പാപ്പിൻ്റെ ഒരു സന്തോഷം. ടെഡി ബിയർ ഇഷ്ടമായി പാപ്പി. എല്ലാം ഇഷ്ടമായി, എല്ലാ ഗിഫ്റ്റും. ഇത് പാപ്പയ്ക്ക് പച്ചക്കറി ചോറും കറിയും വെച്ച് കളിക്കാൻ നല്ല രസമുണ്ടല്ലേ അച്ഛാ? ചോറും കറിയും വെച്ച് കളിക്കാം പാപ്പയ്ക്ക്. കഞ്ഞിയും കറി, വെജിറ്റബിൾസിൻ്റെ പേര് പഠിക്കാം. അങ്ങനത്തെ ഒരു ഗിഫ്റ്റ്. നാസിയ തലശ്ശേരി. ഇങ്ങനെ തുറക്കണമെന്നും വലിയ ഐഡിയ. കപ്പാണല്ലോ പാപ്പി. പാപ്പി സുന്ദരി നന്നായിട്ടുണ്ടോ പാപ്പി? വെണ്ടയ്ക്കുണ്ട്, ക്യാരറ്റ് ഉണ്ട്, മുള്ളങ്ങയുണ്ട്. അതിൽ കുറേ പച്ചക്കറി ഉണ്ട്. ഇതൊക്കെ കൊണ്ട് ചോറും കറിയും വെക്കണം കേട്ടോ. ഇനി ചോറും കറിയും വെച്ച് കളി. ഇനി എല്ലാവർക്കും പാപ്പിൻ്റെ വക അടുക്കളയത്തെ പച്ചക്കറി എടുത്തിട്ടാണ് ചോറും കറി. ഇതാകുമ്പോൾ ഒരിക്കലും തീർന്നു പോകില്ല. പാപ്പിക്കൊരു കപ്പാണ് നമ്മൾ വിചാരിച്ച പോലെ. ഓ, സുന്ദരി പാപ്പിക്ക് ചായ കുടിക്കാൻ കപ്പ്. ചായ കുടിക്കാൻ സുന്ദരി കപ്പ്. അടിപൊളി. ഓ, കപ്പ് നിറച്ച് ചോക്ലേറ്റാ പാപ്പി. ബർത്ത്ഡേ അവിടെ അതിൽ എഴുതിയിരിക്കുന്നു. എന്താ ഹാപ്പി ബർത്ത്ഡേ. കപ്പ് നേരെ കാണിക്കും. wish you success and happiness today and always have a wonderful birthday. താങ്ക് യു. പാപ്പി അറിയൊന്നുമില്ല. പാപ്പി നല്ല കുട്ടിയാണ്. അങ്ങനെയൊന്നും പാപ്പിനെ പറയാൻ പാടില്ലേ. ഇതിനുള്ളിൽ നിറച്ച് എറിഞ്ഞാൽ പൊട്ടണതാണ്. അയ്യോ, പാപ്പിക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ പാപ്പിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇതൊക്കെയാണ്. ഞാൻ പിടിച്ചു നോക്കട്ടെ. അടിപൊളി കപ്പ്, നല്ല കപ്പ്. ചായ കുടിക്കാൻ കപ്പ്. അപ്പം ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഒന്ന് രണ്ട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൂടി
ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേര് കൂടി ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു പാപ്പിക്ക്. അതിൽ ഒരാളുടേത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വന്നത് ബനിയനും പാൻറ്റും ആണ്. ശരിക്കും പാപ്പിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ആണ് അധികം കിട്ടാറുള്ളത്. സന്തോഷമുള്ളത്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് പോകാനും നിൽക്കാനും വേഗം ഇട്ട് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇതായിരിക്കും. ഇത് പാൻറ്റാണ്, പക്ഷേ ഡൗസറാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇതായിരിക്കും ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പാൻറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് തണുപ്പ് കാലത്ത് പാൻറ്റ് ഇടുന്നത് തന്നെയാണ് നല്ല കാര്യം. അപ്പോൾ എന്തായാലും 3 ജോഡിയാണ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത്. 3ഉം അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, കറക്റ്റ് അളവായിരുന്നു. ഇത് എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അവർ വിളിച്ചിട്ട് പാപ്പിൻ്റെ സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സൈസ് നമ്മൾ എന്താ പറയുക, ഒരു 6-7 വയസ്സ് കുട്ടികളുടെ അങ്ങനെ നോക്കിയിട്ട് എടുക്കുകയാണല്ലോ. അത് കറക്റ്റായി സൈസ് എടുക്കാനൊന്നും ഇവർക്ക് പറ്റില്ല. പിന്നെ ഇവരെ കൊണ്ടുപോയി ഇടിയിപ്പിച്ച് നോക്കിയിട്ടൊക്കെ എടുക്കണം. അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 6-7 വയസ്സായ കുട്ടികളുടെ, നേരത്തെ ആണെങ്കിൽ ഒരു 4-5 വയസ്സ്. ഇപ്പോൾ പാപ്പി കുറച്ചുകൂടി ഒന്ന് വലുതായതുകൊണ്ട് 5-6 വയസ്സായ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവായിരിക്കും. 3 ഡ്രസ്സും അടിപൊളിയായിരുന്നു, ഒന്നിനൊന്നിന് അടിപൊളിയായിരുന്നു കേട്ടോ. പാപ്പിക്ക് നല്ല മേച്ചായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ദൂരത്ത് നിന്ന് അയച്ചതാണ്. അപ്പോൾ നിങ്ങൾ അയച്ച ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോണു. ഇന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ പോയി, പാലക്കാട്ടിലേക്ക് പോയി. ഇപ്പോൾ ഞാനും പാപ്പിയും രോഷിയും മാത്രം തന്നെ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ പാപ്പിയാണെങ്കിൽ ഇത് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ഇടയ്ക്ക് പറയും, ഇടയ്ക്ക് മിണ്ടാതിരിക്കും. അങ്ങനെയൊക്കെയാണ് പാപ്പിയും രോഷി. അങ്ങനെ പാപ്പി ഇതാ ഇവിടെ ഇരുന്ന് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നപ്പോൾ. പക്ഷേ ഭയങ്കര തണുപ്പുണ്ട്, മഴയല്ലേ, എന്താ മഴ, ഇടിയും വെട്ടും മഴയും പറഞ്ഞ പോലെ കാറ്റും മഴയും, കറണ്ടില്ല, അങ്ങനത്തെ ചെറിയ കുഞ്ഞു ബുദ്ധിമുട്ടുകളാണ്. കറണ്ടില്ലാത്തതായാൽ നമുക്കറിയാലോ, ഇവൾക്ക് കാഴ്ചയ്ക്ക് കമ്മിയല്ലേ. അപ്പോൾ കറണ്ടില്ലാതെ വെളിച്ചമില്ലാതിരുന്ന് പറഞ്ഞാൽ ഇവളെ കൊണ്ട് പറ്റില്ല. ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക, വിഷമം കൊണ്ട് ഇതാവും. വെളിച്ചം ഉണ്ടാകുമ്പോൾ അവൾക്കത് അറിയില്ല. വെളിച്ചമില്ലാതിരിക്കുമ്പോൾ ഒന്നുകൂടി ഇരുട്ടാവുന്ന സമയത്ത് ഭയങ്കര പേടിയാവും. അപ്പോൾ അടുത്ത് എപ്പോഴും ഇങ്ങനെ ആളുണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, രോഷി എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇനിയിപ്പോൾ ഉച്ചക്കലേക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോൾ ചായയൊക്കെ വെച്ച് കൊടുക്കണം. രോഷിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, രോഷി ഏത് സബ്ജക്റ്റാണ് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സയൻസാണ് വന്നത്, പക്ഷെ അത് കറക്റ്റ് ആണോന്നും അറിയില്ല. ടൈലറാണ് അങ്ങനെ എന്തോ ആണല്ലോ വന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോഴേ അവിടെ കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ജൂൺ 2-നായിരിക്കും കറക്റ്റായിട്ടുള്ളത് വരിക. അപ്പോൾ ഏത് സബ്ജക്റ്റ് കിട്ടുമെന്ന് അറിയില്ല. ഏതാണെങ്കിലും പോവാൻ നന്നായി പഠിക്കുക, അതൊക്കെ തന്നെയാണ് അവളുടെ മുന്നിലുള്ള ലക്ഷ്യം. ഇനി പാപ്പി ഇവിടെ ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും പാപ്പി ഇപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, നല്ല മഴയും ഇതൊക്കെയാണ്. മഴ പറഞ്ഞാലും പോരാ, നല്ല മഴയാണ്. അങ്ങനെ പാപ്പിനെയും കൊണ്ടൊക്കെ ഒന്ന് കരഞ്ഞപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോഴേക്കും തന്നെ നല്ല മഴയായിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മഴ പറഞ്ഞാലും അങ്ങനത്തെ മഴ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഴയാണ്. ഇത് നമ്മുടെ മുറ്റമാണ്. മുറ്റത്തേക്ക് ഇങ്ങനെ റോട്ടിലത്തെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരിതാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാപ്പിക്ക് ഗിഫ്റ്റ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ കൊടുത്തവർക്കും ബർത്ത്ഡേക്ക് വന്നവർക്കും എല്ലാവരുടെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും.